കരിയമ്പിലാവ് സ്കൂളിൽ ഞാൻ VBS നടത്തിയതറിയാമല്ലോ. ആ സ്കൂളിലൊരു വലിയ സഭയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. നല്ല പിതാക്കന്മാരാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വലിയ സഭ. ഇന്നത് ശോഷിച്ചു. ഇന്ന് ഞാൻ അവിടെയാണ് കൂടുന്നത്. എനിക്ക് ആ സഭയാണ് പരിചയമുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നത് അവിടെയുള്ള ദൈവമക്കളോടുകൂടെ കൂട്ടായ്മ ആചരിക്കാനും ആ സഭാബന്ധത്തിൽ തുടരാനും ആഗ്രഹിച്ചാണ് ഞാൻ ചെല്ലുന്നത്. മുന്നമേ ആരെയും അറിയിച്ചില്ല. ഞാൻ അവിടെ ചെന്നു. താമസമായപ്പോൾ ഈ മാത്തുക്കുട്ടി സഹോദരൻ മുഖാന്തരം കപ്പമാമ്മൂട് എന്ന് പറയുന്നത് പെന്തക്കോസ്ത് ബ്രദറൻ സമൂഹത്തിൽ ഒരുപാട് വേരുകൾ ഉള്ള ഒത്തിരി കുടുംബങ്ങൾ അവിടെയുണ്ട്. ഈ ബ്രദറൻ വീടുകളിലെല്ലാം ഈ വാർത്ത കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുഞ്ഞത്തായി സാർ എന്ന് വിളിക്കും. അദ്ദേഹം മാത്യു സാറാണ്. അദ്ദേഹത്തിൻ്റെ വീട്, ആ വീട്ടിൽ ജോൺസൺ, ഗ്രേസി കുട്ടിമോള, ഇങ്ങനെ കുറേ സഹോദരങ്ങൾ അന്ന് അവിടെയുണ്ട്. ഇവരുടെയൊക്കെ തൊട്ടയിലൊക്കെ ഒരു അതിരിലാണ് ഞങ്ങളുടെ താമസം. ഞാനവിടെ ചെന്നപ്പോൾ ഇവർ വീട്ടിൽ വരുന്നു, സഹകരിക്കുന്നു. തൊട്ടടുത്ത് പുത്തൂര് ഒരു വീടുണ്ട്. പുത്തൂർക്കാർ ബ്രദർ സമൂഹത്തിലെ അവിടെ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ്. ആ വീടുകളിലൊന്നിലെ ബെന്നി എന്നു പേരുള്ള ഒരു യുവ സഹോദരൻ, അദ്ദേഹം അന്ന് അവിവാഹിതനാണ്. അദ്ദേഹം വീട്ടിൽ വരുന്നു. ഈ സഭയുടെ മൂപ്പന്മാരും പ്രായമുള്ളവരും ഒക്കെ വീട്ടിൽ വരുന്നു. കപ്പമാമുട്ടിലെ കുട്ടിച്ചാൻ എന്ന് പറയുന്ന ആളാണ് ഈ കണ്ടംപേരൂർ ശാലേം ബ്രദറൻ സഭയിലെ മാതൃകയുള്ള അനുഗ്രഹീതനായ ഒരു സ്ഥലം സഭയുടെ മൂപ്പൻ ഇടയനായിരുന്നു അദ്ദേഹം വീട്ടിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ബേബിച്ചായൻ, ആ ബേബിച്ചായൻ്റെ കുടുംബം, മക്കൾ, ഇവരെല്ലാം എൻ്റെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നാളുകളായിട്ട്, ഞങ്ങൾക്കൊരു ദൈവദാസനെ വേണം, ഒരു സുവിശേഷകനെ വേണം. പ്രത്യേകിച്ചും എൻ്റെ പ്രിയ സഹോദരൻ ബെന്നി തോമസ്, മറക്കാൻ പറ്റില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, ഞങ്ങൾക്ക് ദൈവം അയച്ചതാണ് സഹോദരനെ, എന്തായാലും ഒരാഴ്ച ഒരു സൺഡേ ഞങ്ങളുടെ കൂടെ ആരാധിക്കണം. പ്രിയരെ, ഞാൻ പറയട്ടെ, അങ്ങനെ തൊട്ടടുത്ത ഞായറാഴ്ച ഞാൻ ഒരു സന്ദർശകൻ ആയിട്ട് ഈ കണ്ടൻപേരൂർ ശാലേം ബ്രദറൻ അസംബ്ലിയിലേക്ക് ചെല്ലുകയാണ്.